ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എൻ്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന മാന്ത്രികതയുടെ പേരത്രേ അജയ് മാത്യു. 2004 ഔദ്യോഗികമായി അധ്യാപക വേഷമണിഞ്ഞ അജയ് മാത്യു അതിനു മുൻപ് സേഫ്റ്റി ഇൻസ്പെക്ടറായി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്നു. മണ്ണിനെയും മരങ്ങളെയും ചെടികളെയും പൂക്കളെയും അളവറ്റ സ്നേഹിക്കുന്ന അജയ് മാത്യുവിന്റെ വരവോടെ പുത്തൻതോട് സ്കൂളിന്റെ ഊഷരതയ്ക്ക് അറുതിയാവുകയായിരുന്നു. 60-ൽ പരം വർഷമായിട്ടും ഇന്ന് സ്കൂൾ നിൽക്കുന്നിടത്ത് ഒരു ചെറുമരത്തിന്റെ തണലുപോലും ഇല്ലാതിരുന്ന വെന്തകാലത്ത് മരത്തിന്റെ തണലിന് അവർ ഇടമൊരുക്കി. അജിമാഷിന്റെ ഇച്ഛാശക്തിയിൽ അന്നത്തെ കൂട്ടാളികൾ ഇടം പിടിച്ചു. ആന്റണി സാറും വിജയൻ സാറും സേവ്യർ സാറും ജേക്കബ് ചേട്ടനും പിന്നെ ആരെയൊക്കെ കണ്ടോ അവരെയൊക്കെ കൂടെ കൂട്ടി ഒരു നിശബ്ദ വിപ്ലവത്തിന് തുടക്കമാവുകയായിരുന്നു. ഇവയെ പുഷ്പിപ്പിക്കും കല പോൽ നമുക്കിത്ര നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മണ്ണിൽ എന്ന കവിവാക്യം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായിരുന്നു അജയ് മാത്യുവിന്റെ ജീവിതം. വിദ്യാലയം തന്നെ വീടായി മാറിയപ്പോൾ അവിടെ വിരിഞ്ഞത് മനോഹരമായ പൂന്തോട്ടം, അടുക്കും ചിട്ടയും വൃത്തിയുമുള്ള പൂന്തോട്ടം. ഒന്നും ഒറ്റയടിക്കല്ല, ഘട്ടം ഘട്ടമായി. വൃക്ഷങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു വിദ്യാലയം. കടലോര ഗ്രാമത്തിലുള്ള ഈ വിദ്യാലയത്തിലെ കുട്ടികൾ 200-ലേറെ കണ്ടൽ ചെടികളാണ് തീരസംരക്ഷണ പ്രോജക്റ്റിന്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ചത്. നമുക്ക് സ്വാഗതം ചെയ്യാം പുത്തൻതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഈ വേദിയിലേക്ക്. എറണാകുളം ജില്ലയിലെ തെക്ക് പടിഞ്ഞാറേ അറ്റത്തുള്ള ചെല്ലാനം എന്ന കടലോര ഗ്രാമത്തിലെ ഏക സർക്കാർ വിദ്യാലയമാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തൻതോട്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്താണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഉപ്പും ചെളിമണ്ണും നിറഞ്ഞ ഈ പ്രദേശത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക ഏറെ ശ്രമകരമാണ്. എന്നാൽ ഹരിതസേനയുടെയും വിവിധ സന്നദ്ധ പ്രവർത്തകരുടെയും ചിട്ടയായ പരിപാലനത്തിലൂടെ വിവിധ മരങ്ങൾ, പച്ചക്കറികൾ എന്നിവ വളർത്തി മനോഹരമാക്കിയിരിക്കുകയാണ് സ്കൂൾ പരിസരം. വൃക്ഷങ്ങളുടെ ജന്മദിനാഘോഷം നടത്തി സമൂഹത്തിന് വേറിട്ട മാതൃക നൽകുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. എൻ്റെ മാവ് പദ്ധതിയിലൂടെ എല്ലാ വിദ്യാർത്ഥികളുടെയും വീട്ടിൽ മാവ് എന്നത് ഇവർ ലക്ഷ്യമിടുന്നു. കൂടാതെ തീരസംരക്ഷൺ എന്ന പ്രോജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ 200ഓളം കണ്ടൽ ചെടികൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ നട്ടുപിടിപ്പിച്ചു. വാകയും തല്ലിയും ചാമ്പയും ഞാവലുമൊക്കെയായി പച്ചപ്പിന്റെ കുട പിടിച്ച് മരങ്ങൾ പതിയെ പതിയെ വളരാൻ തുടങ്ങി പുത്തൻതോട് സ്കൂളും. ചെയ്യാത്ത കൃഷികളില്ല. നെൽകൃഷി, കരനെൽ, വാഴ, ചീര, ചേന, ചേമ്പ്, വെണ്ട, വഴുതന, പടവലം, പാവൽ, പീച്ചിൽ. LP വിഭാഗത്തിന്റെ നടുമുറ്റം നിറയെ അമരപ്പയറിന്റെ പന്തൽ. കുട്ടികളുമായി പാടത്തേക്കും ഇറങ്ങി ആ കർഷക മനസ്സ്. എന്റെ മാവ് പദ്ധതിയിലൂടെ വിതരണം ചെയ്യപ്പെട്ടത് 1000-ലേറെ മാവുകൾ. കണ്ടക്കടവ് കുമ്പളങ്ങി റോഡിന് ഇരുവശവും അഗ്നിരക്ഷാ വലയം തീർക്കാൻ കാലാകാലങ്ങളിൽ കരുതലായി നിന്നു. കണ്ടക്കടവിന്റെ പേരിന്റെ പെരുമയ്ക്ക് പോന്ന വിധം കണ്ടൽ ചെടികൾ നട്ടുവളർത്താൻ കുട്ടികളുമായി നിരന്തരം സഞ്ചരിച്ചു. കടൽ തീരം വൃത്തിയാക്കാൻ, വഴിയോരങ്ങളിൽ മരം നട്ടുവളർത്താൻ ഒക്കെയായി സാമൂഹ്യ പാഠത്തിന്റെ നല്ല പാഠങ്ങൾ ആവോളം പകർന്നു നൽകി അജിമാഷ് കുട്ടികളുടെ കൂടെ കൂടി. സീഡ് നല്ല പാഠം പദ്ധതികളുടെ അമരക്കാരനായി ഒന്നല്ല അനവധി പുരസ്കാരങ്ങൾ സ്കൂളിൽ എത്തിച്ചു ഈ പരിശ്രമശാലി. എൻകോൺ ക്ലബ്ബുമായി ചേർന്ന് ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ജില്ലയിലെ മികച്ച സ്കൂളായി. ഇലക്ട്രിക്കൽ വയറിംഗ് ഒരു മത്സര വിഷയമല്ല അജിമാഷിനും മക്കൾക്കും. 2009 മുതൽ ഇങ്ങോട്ട് സ്ഥിരമായി സംസ്ഥാന തലം വരെ മത്സരിച്ച് മികവ് പുലർത്തി. പക്ഷേ അതിലും എത്രയോ മേലെയാണ് കുട്ടികൾ ഉത്സാഹത്തോടെ ഒരു തൊഴിൽ നൈപുണ്യം നേടുന്നത്. അജിമാഷ് ഇത്തരത്തിൽ വഴിതെളിച്ചു വിട്ടവർ 280-ൽ കവിയും. അധ്യാപനത്തിൽ നിരന്തരം നവീകരിക്കുകയും പുതുമ തേടുകയും ചെയ്യുന്ന മനസ്സായിരുന്നു അജിമാഷിൻ്റേത്.
സാങ്കേതിക വിദ്യയുടെ സഹായങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള അധ്യയനം. ആഗ്രഹമുള്ള മുഴുവൻ കുട്ടികൾക്കും കമ്പ്യൂട്ടർ പഠനത്തിനും പരിശീലനത്തിനും വഴിയൊരുക്കാൻ എന്നും മുൻപിലായിരുന്നു അജിമാഷ്. സ്കൂളിന്റെ ഭൗതിക സാഹചര്യ വികസനത്തിന് നിസ്തുലമായ പങ്കാണ് അജി മാത്യുവിന്റെ സംഭാവന. ഏറ്റവും ഒടുവിൽ വർണ്ണക്കൂടാരത്തിന്റെ പൂർത്തീകരണത്തിലും അജിമാഷിന്റെ സമർപ്പണം പ്രശംസനീയമാണ്. സ്കൂളിൽ നടപ്പാക്കിയ സ്ട്രീം പദ്ധതിയുടെ മുഖ്യ ചുമതലക്കാരൻ, ആരോടും പരിഭവമില്ലാത്ത ഒരാൾ, എന്നും കാവലും കരുതലുമായ സ്നേഹം, കുട്ടികളിൽ പോലും വ്യക്തിത്വത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന മാതൃകാ അധ്യാപകൻ, നാളെയെക്കുറിച്ച് കാത്തുവയ്പുള്ളയാൾ. വിശേഷണങ്ങൾ മതിയാവില്ല ഇനിയും. ഫോർട്ട് കൊച്ചി സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ അധ്യാപികയായ ഡെയ്സിയാണ് ഭാര്യ. മക്കൾ ആഗി മാത്യു, ആനി മാത്യു. പുത്തൻതോട് സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച് പുത്തൻതോടിൽ നിന്ന് തന്നെ വിരമിക്കണമെന്ന് ദൃഢനിശ്ചയമെടുത്തയാൾ. ഒന്നിലധികം തവണ പ്രഥമാധ്യാപകനാകാൻ ഉത്തരവ് വന്നിട്ടും ഒഴിവാക്കി ഇവിടെ തന്നെ നിന്നൊരാൾ. 21 വർഷത്തെ കർമ്മനിരതമായ സേവനം പൂർത്തിയാക്കി അങ്ങ് പടിയിറങ്ങുമ്പോൾ ഒരു സിംഹാസനം ബാക്കിയാവുകയാണ്. അങ്ങയുടെ ആത്മാർത്ഥതയ്ക്കും സമർപ്പണത്തിനും പകരം വെക്കാൻ എന്തുണ്ട്? പകർന്നു തന്ന എല്ലാ നന്മകൾക്കും സ്നേഹാദരങ്ങളോടെ നന്ദി. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും.